ഹായ് ഫ്രണ്ട്സ്, മമ്മീസ് കൗണ്ടർ അറ്റാക്ക് 4th എപ്പിസോഡ്. ഹീറോയിൻ റൂമിൽ നിന്ന് പോകുന്നാണ്ട് ഹീറോ പിടിച്ചു വലിക്കുന്നതും രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ബെഡിലേക്ക് വീഴുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് ജിയാങ്ങിനെ അന്വേഷിച്ച് യൂൻമി വരുന്നുണ്ട്. പെട്ടെന്ന് അവളോട് കട്ടിലേക്ക് കയറി കിടക്കാൻ പറയുന്നു. യൂൻമി കാണരുത് എന്ന്. യൂൻമി കൊഞ്ചു കഴിഞ്ഞ നേരെ ഹീറോയിനുള്ള സൈഡിലേക്ക് വരുമ്പം അവിടെ വേണ്ട, ഇപ്പുറത്ത് വന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹീറോ അടുത്തേക്ക് വിളിച്ചെന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം. യൂൻമി പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, പോയി കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് ഹീറോ. എന്റെ ഫാബ്രിക് ഒന്ന് നോക്കിയോ പോലും ഇല്ലാന്ന് അവള് കൊഞ്ചുമ്പം അവൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടണല്ലോ. തൊട്ട് നോക്കിയിട്ട് എന്ത് വൃത്തിയായിട്ട ക്ലോത്താ നീ ഉപയോഗിച്ചിരിക്കുന്നത്, മര്യാദക്ക് പോയേ എന്നും പറഞ്ഞ് അത്ര ഒച്ചയടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അവനും അറിയില്ല, അവൾക്കും അറിയില്ല. പോയോന്ന് നോക്കിയിട്ട് തരാമെന്നും പറഞ്ഞ് ഹീറോ എണീറ്റ് പോകുമ്പോഴാണ് അവൾ അവിടെ എണീറ്റിരിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു സ്പെക്സ് കാണുന്നു, അത് ഹീറോയുടെയാണ്. ഇവൻ എപ്പോഴും ഇതൊക്കെ വെക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അവളെ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കണ്ണാടിയില് അവളുടെ രൂപം തന്നെയാണ് കാണുന്നത് എന്ന്. അറിഞ്ഞു വെച്ചുകൊണ്ട് പൊട്ടത്തിയാക്കുവാണല്ലേ എന്ന് അവക്ക് നല്ല ദേഷ്യം. അങ്ങനെ അടുത്ത ദിവസം അവന് വെള്ളം കൊണ്ടുവെക്കുന്ന സമയത്ത് മോന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഹീറോ എണീറ്റിട്ട് എന്തിനാ തല്ലിയെന്ന് ചോദിക്കുമ്പം ഞാൻ തല്ലിയിട്ടൊന്നുമില്ല, കൊതുകിനെ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും സാർ എണീറ്റു എന്ന് പറയാണ്. അത് മാത്രല്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലാത്തയൊക്കെ ചെയ്തു എന്ന് പറയുമ്പം എന്താ ചെയ്തെന്ന് ഹീറോ അതൊന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവളൊരുമാതിരി അവിടുന്ന് പോകുന്നുണ്ട്. ചേടാ, ഞാനെപ്പോഴും ഇത്രയും വൃത്തിയിട്ടവനായതെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ കിടക്കുന്നത്. എന്നിട്ട് ഹീറോ കയ്യോടെ അവളെയും കൂട്ടി കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. എന്തിന്? നാൻജി ആയിട്ട് ഇന്ന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ നാൻജി വരുമ്പം നീ ഇവിടെ ഉണ്ടാവണമെന്നും പറഞ്ഞു. നാൻജി ഇങ്ങോട്ട് വരണമെങ്കിൽ ഹീറോയിന് അങ്ങോട്ട് പോകണല്ലോ. അതുകൊണ്ട് ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് നാൻജിന്റെ സ്റ്റുഡിയോന്ന് ആള് വന്നു എന്ന് പറയുന്നത്. നോക്കുമ്പോ അവളുടെ ഫ്രണ്ടാണ്. ഞാൻ നാൻജിനെ അല്ലേ വിളിച്ചത്, നീ എന്തിനാ വന്നത് എന്ന് ഹീറോ. ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, പോരാത്തതിന് പാർട്ട്നേഴ്സ് ആണ്. പിന്നെ നിങ്ങളിങ്ങനെ പെട്ടെന്നൊരു മീറ്റിംഗ് വെച്ചു എന്ന് വെച്ച് അങ്ങനെ എങ്ങനെയൊന്നും അവർക്ക് വരാൻ പറ്റത്തില്ല, വലിയ ഡിസൈനർ മോഡലൊക്കെയാണെന്ന് ഫ്രണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യൂൻമിയും അമ്മായിമ്മയും വരുന്നുണ്ട്. ഹീറോയിനെ കണ്ടതൊന്നും മുഖം ചുളിക്കുന്നുണ്ട്. നാൻജി വരാത്തേന് പറ്റുന്നത്രയും കുറ്റം പറയുന്നുണ്ട്. ഹീറോ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഹീറോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും യൂൻമി ആണെങ്കിൽ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് പുകഴ്ത്തി പറയുന്നു. സ്നേഹപൂർവ്വം ഞാനിതെന്റെ എക്സ് വൈഫിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഹീറോ. എന്തായാലും എന്നെ മോഡലാക്കിയ സ്ഥിതിക്ക് ഞാൻ കുറച്ചുള്ള കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് ഹീറോയിൻ ആ ഡ്രസ്സിന്റെ കുറ്റവും കുറവൊക്കെ പറയുന്നുണ്ട്. ഷോൾഡറിൽ കുറച്ച് പ്രശ്നമുണ്ട്, പിന്നെ കേവ് മര്യാദയ്ക്ക് തിരിയുന്നില്ല, വയറിന്റെ അവിടെ കുറച്ച് ലൂസാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അത് കേട്ടിട്ട് ഹീറോയ്ക്ക് പോലും ഒരു പ്രശ്നമില്ല. യൂൻമി ആണെങ്കിൽ എണീറ്റിട്ട് അവളെ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഹീറോ ഡിസൈൻ ചെയ്ത ഡ്രസ്സിനെ എങ്ങനെ നീ കുറ്റം പറയുന്നു പറഞ്ഞ് ഹീറോ അതിൻ്റെ ഇടയ്ക്ക് അവളെ പിടിക്കാൻ പോയിട്ട് അവന്റെ സ്പെക്സ് താഴെ വീഴുമ്പം ഒരുമാതിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ അമ്മായിമ്മയും യൂൻമയും പുതിയതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹീറോയിൻ്റെ അടുത്ത് ഒരുമാതിരി കൺഫ്യൂസ് ചെയ്യുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ആ ബ്രൂച്ച് അഴിച്ചു മാറ്റ്, നീയാണെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി അറിയാം. 5 വർഷം മുന്നേ നടന്നത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്നെ ഒരിക്കലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ചെറുക്കൻ പണ്ട് നടന്നതിനെ കുറിച്ചും പറയാൻ വരുമ്പോഴേക്കും അവക്കാണെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല. ആനിന്റെ പ്രസൻസ് അവക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഹീറോയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ട് എന്ന് പറയാണ്. അവൻ ചെയ്ത തെറ്റ് അവനും അറിയാം, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവളുടെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. മോളെ, നീ മറ്റൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അച്ഛൻ പറയുമ്പം അച്ഛൻ തെറ്റിദ്ധരിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെന്ന് ഹീറോയിൻ. അപ്പൊ അങ്ങോട്ടേക്ക് യൂൻമിയും ഹീറോയും വരുന്നുണ്ട്. യൂൻമി ഹീറോയുടെ കയ്യിൽ പിടിക്കാൻ നോക്കുമ്പം അവൻ കൈ മാറ്റുന്നുണ്ട്. അത്രത്തോളം ഇഷ്ടമല്ല, എന്നാലും വെറുതെ ഒട്ടി നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡാഡിയാണെങ്കിൽ അതിലും വലിയ മോശം. ജിയാങ്ങും യൂൻമിയും കെട്ടുന്നതിൽ എടങ്കോലായിട്ട് നിൽക്കരുത്, നീ അതിനെ സമ്മതിക്കണം എന്നൊക്കെ. അച്ഛൻ ഓൾറെഡി സുഖമില്ല, എന്നിട്ട് അച്ഛനെ കൊല്ലാനാണോ നീ നോക്കുന്നത്? അച്ഛൻ ഒരു കാര്യമല്ലേ ചോദിക്കുന്നുള്ളൂ, അതങ്ങ് സമ്മതിച്ചാൽ എന്താണെന്ന് യൂൻമി വേറെ. നിങ്ങളെ സഹോദരിമാരാണ്, അതുകൊണ്ട് അവക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ജീവൻ അവിടെ ഉണ്ടല്ലോ. ഇവര് തമ്മിൽ തൻ്റെ കാര്യം തീരുമാനം എടുക്കുന്ന വേണ്ടിയിട്ട് ഹീറോ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ആദ്യം എൻ്റെ ഇഷ്ടമാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ രണ്ടും ഇതുവരേക്കും ഡിവോഴ്സ് ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ നോൺസെൻസ് ടോക്ക് വേണ്ട എന്നുള്ള രീതിക്ക് ഹീറോയിനെ കൂട്ടി അവിടുന്ന് പോകാൻ നിൽക്കുമ്പം അച്ഛനാണെങ്കിൽ പിന്നെയും കടന്ന് കെഞ്ചുന്നുണ്ട്, സഹോദര സ്നേഹം പറഞ്ഞിട്ട്. യൂൻമി അമ്മയില്ലാതെ വളർന്നതാണ്, അതുകൊണ്ട് ചേച്ചി എന്നുള്ള നിലയ്ക്ക് ഹീറോയിന് വേണം അവൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോരാത്തതിന് അച്ഛൻ ചെല്ലം കൊടുത്തൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് പോലും. അതുകൊണ്ട് പൊന്നുമോളെ വിഷമിപ്പിക്കാതെ കെട്ടിയോനെ അനിയത്തിക്ക് കെട്ടിച്ചു കൊടുക്കാൻ. ഇതാ നോക്ക്, നിങ്ങള് അവക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്നെ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചു പോയി. അവസാനം ഞാനായി വഴിതെറ്റിയുണ്ടായ കുട്ടി, അഥവാ ഇല്ലിജിറ്റിമേറ്റ് കുട്ടി. അതുകൊണ്ട് കൂടുതൽ എന്നെയും കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്ന് വീണ്ടും കാണിച്ചു തന്നതിൽ സന്തോഷം.
അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ ഒരു മടിയും വേണ്ട വരത്തില്ല എന്ന് കോഴയാവാണ്ട് പറയേണ്ടതുപോലെ പറഞ്ഞ് ഹീറോയും കൂട്ടിയിട്ടാണ് ഹീറോയിൻ അവിടുന്ന് പോകുന്നത്. ഇവിടെ ഹീറോയിൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹീറോ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. താഴെ പോകുന്ന വഴിക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് പോലും. നോക്കുമ്പോൾ നല്ല ഹോം മെയ്ഡ് ഫുഡ്. അവക്ക് മനസ്സിലാവുന്നുണ്ട്, അവക്ക് മനസ്സിലായി എന്നുള്ളത് അവനും മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ പുതിയ ഡിസൈനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല സക്സസ് ആവുന്നുണ്ട്. അതിന്റെ പേരിൽ കൊളീഗ്സും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് ഹീറോയിൻ ഫ്രീ ആണെങ്കിൽ 5 മണിക്ക് റെസ്റ്റോറൻറ്റിൽ പോവാന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ചക്കൻ വന്നത്. അവക്കും ഹാപ്പി. എന്നിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും എന്ന് പറഞ്ഞാണ് കിട്ടു നോക്കിയിട്ട് അവസാനം പറഞ്ഞ സെലക്ട് ചെയ്ത് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, പിന്നെ എന്തിനാ ഇത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നതെന്നും പറഞ്ഞ് എന്നിട്ട് പിന്നെയും വേഗം 3-4 നോക്കി അതീന്ന് പറഞ്ഞ സെലക്ട് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഒരുമാതിരി വൊമിറ്റിംഗ് പോലെ വരുന്നത്. സംശയം തോന്നിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പം അവള് പ്രഗ്നന്റ് ആണ്. ഇവിടെ ഹീറോ ഓൾറെഡി ഹീറോയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിൽക്കുവാണ്. വീണ്ടും പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ് ഒരുമാതിരി പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഹീറോയിന് കോൾ വരുന്നത്. ഹീറോ ആണെന്ന് വിചാരിച്ചായിരുന്നു കോൾ എടുത്തത്, പക്ഷേ ഫ്രണ്ടായിരുന്നു വിളിച്ചത്. അവൾ എന്തിനാ വന്നേന്നുള്ള കാര്യം മറന്നുപോയോ, നീ നിന്റെ കുട്ടീൻ്റെ കാര്യം മറന്നുപോയോ, എന്തീ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് അവക്കും ബോധം ഉദിക്കുന്നത്. സോറി ചോദിക്കുമ്പം ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്, ഇത്രയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയായാലും നിന്നെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നാണ് ഫ്രണ്ട് പറയുന്നത്. എന്തായാലും ഹീറോ അവളെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. അവളെപ്പോഴും ജിയാങ്ങിനെ മിസ്റ്റർ ജിയാങ് എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കേണ്ട, ജിയാങ്ലിംഗ് എന്ന് വിളിച്ചാൽ മതി എന്ന് ഹീറോ. ഇതേപോലെ പണ്ട് ഇവർ റിലേഷനിലായ സമയത്ത് ഹീറോ അവൾക്ക് പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ അവനെ സീനിയർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇപ്പം എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഇങ്ങനെ വിളിക്കേണ്ടെന്ന് ഹീറോ. എന്നാൽ പിന്നെ ജൂനിയർ എന്ന് വിളിക്കട്ടെ എന്ന് ഹീറോയിൻ. പിന്നെ മിസ്റ്റർ ജിയാങ് ആക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. അവസാനം ജിയാങ്ലിങ്ങിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം രണ്ടുപേരും ഓർക്കുന്നുണ്ട്. ഹീറോയിൻ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, കുറച്ച് ടയേർഡാണ്, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഹീറോയിൻ. അവര് പണ്ട് അത്രത്തോളം ഹാപ്പി ആയിരുന്നു, അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് ഹീറോയിൻ പണ്ട് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി പിന്നെ 5 കൊല്ലം മുന്നേ നടന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ ഹീറോ പറയാൻ വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അവൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. കോൾ എടുക്കുന്നില്ല. പിന്നെയും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഹീറോയിൻ ഒരു കോൾ വരുന്നുണ്ട്. അവളുടെ അച്ഛൻ മരിച്ചു എന്നുള്ള ന്യൂസാണ്. അവൾ അവർ എണീറ്റ് പോകുമ്പം ഹീറോയ്ക്ക് പിന്നെയും കോള് വരുന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്നാണ് അമ്മ പറയുന്നത്. യൂൻമിയും ഹീറോയിന്റെ ഫ്രണ്ടും ആണ് അച്ഛൻ മരിച്ചെടുത്ത് നിൽക്കുന്നത്. താഴെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഹീറോയിൻ വരുന്നത്. അവളുടെ അടുത്ത് കന്നാ പിന്നാ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് മേലേന്ന് കാണുന്ന ഫ്രണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ഹീറോയിന്റെ അടുത്ത് ശരം കണക്കാണ് ചോദ്യം വരുന്നത്. അവളുടെ അച്ഛൻ മരിച്ചതിന് കാരണം അവളാണോ, ഗിൽറ്റ് ഉണ്ടോ, പിന്നെ അവൾ ഇല്ലിജിറ്റിമേറ്റ് കുട്ടിയല്ലേ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ. ഒരുമാതിരി വീർപ്പ് കൂട്ടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്ത് കൂട്ടിയിട്ട് വന്നിക്കുമ്പം അവൻ്റെ അടുത്ത് ഒരുമാതിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. മുന്നേ ഹീറോയിനെ കുറിച്ചുള്ള ആ ഒരു റൂമേഴ്സിനെ കുറിച്ചും ഇപ്പോഴത്തെ കാര്യങ്ങളും പറഞ്ഞിട്ട്, ഒന്നുമില്ലേലും നിങ്ങൾ റിപ്പോർട്ടേഴ്സ് അല്ലേ, ഒരാളുടെ അച്ഛൻ മരിച്ചു എന്നറിയുമ്പം ഇങ്ങനത്തെ വൃത്തിയിട്ട ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് നന്നായിട്ട് എല്ലാത്തിനും കണക്കിനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആണ് വേണ്ടതെങ്കിൽ ഇതാ പിടിച്ചോന്നും പറഞ്ഞ് അവളെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനാണ് താഴേക്ക് വന്ന ഫ്രണ്ട് കാണുന്നത്. എനിക്ക് ഒരേ ഒരു വൈഫേ ഉള്ളൂ, ഞങ്ങൾ ഇതുവരേക്കും ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ ആയിരിക്കും പറഞ്ഞ് ഹീറോ അവളെ കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അമ്മായിയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിലും വലിയ ദേഷ്യം. ഹീറോ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി വല്ലാണ്ട് വിഷമിച്ചാണ് ഇരിക്കുന്നത്. അവൻ സോറി ചോദിക്കുന്നുണ്ട്. പണ്ടായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫെയിലായതിന്. പണ്ട് നടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ഹീറോ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഹീറോയിനും കുറച്ച് മനസ്സലിയുന്നു. ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ എന്ന് ചോദിക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലാന്ന് ഹീറോ. ആ സമയത്താണ് കറക്റ്റ് ഹീറോയിന് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത്. അത് കണ്ടതും നീ വീണ്ടും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, അത്രയും കാലം നീ എന്നെ വിഷമിപ്പിച്ചത്, എന്നിട്ട് ഇപ്പോഴും നീ എന്നെ ഫൂൾ ആക്കുമായിരുന്നു, നീ ഭയങ്കര കണ്ണിങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കൊന്നും മിണ്ടാൻ പോലുള്ള അവസരം കിട്ടുന്നില്ല. അടുത്ത ദിവസം ഹീറോയിന് ഫോട്ടോഷൂട്ട് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സാഡായിട്ട് ജിയാങ് ഗ്രൂപ്പുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യാൻ പോവാണെന്ന് ഹീറോയിൻ ഫ്രണ്ടിനോട് പറയുമ്പം ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്ന് ഫ്രണ്ട്. ഈ സമയത്താണ് കുറേ റിപ്പോർട്ടേഴ്സ് അങ്ങോട്ട് ഇരച്ചു കയറി വരുന്നത്. എന്തോ ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ആൻ ബ്രൂച്ച് എടുത്തോണ്ട് വന്ന് അമ്മ ഇത് വെച്ചിട്ട് രക്ഷപ്പെട്ടോളാൻ പറയാണ്. അങ്ങനെ ആനെയും കൂട്ടി വേറെ സ്ഥലത്ത് പോയിട്ട്, അപ്പൊ നിനക്ക് ഞാൻ വന്നപ്പോൾ മുതലേ ഞാനാണെന്നുള്ള കാര്യം അറിയായിരുന്നൂലേ എന്ന് ചോദിക്കുമ്പം അറിയായിരുന്നു, എനിക്കും അമ്മേനെ വേണം, എല്ലാരെയും അമ്മയാണ് നോക്കുന്നത്,
എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയാണ്. അതുമാത്രല്ല വലുതാവുമ്പം ഇപ്പൊ അവളെ ഹേർട്ട് ചെയ്യുന്ന ബാഡ് പീപ്പിളിന്റെ അടുത്ത് നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. വിഷമിക്കണ്ട, ഇപ്പോഴും അമ്മേനെ ആ ബാഡ് പീപ്പിൾസ് ഒന്നും ചെയ്യാതെ അമ്മ നോക്കിക്കൊള്ളാന്ന് പറയുന്നു. ഇവിടെ ഹീറോ യൂൻമി ചെയ്ത കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോയിന്റെ ഡിസൈൻസ് ആണ് അവൾ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിനുള്ള പണിഷ്മെന്റ് അവൾക്ക് കിട്ടണമെന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് അഥവാ നമ്മുടെ ജെറീന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാഷൻ സലൂണിന്റെ ഇൻവിറ്റേഷൻ ജെറി കൊടുക്കുന്നുണ്ട്. ഹീറോയിനുമായി ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിക്ക് സ്കാൻഡൽ വന്നായിരുന്നല്ലോ. ആ ഒരു പേഴ്സൺ നടത്തുന്നതാണ് ഈ ഒരു പരിപാടി. അത്രയും നേരം താല്പര്യമില്ലാതിരുന്ന ഹീറോയിനും കൂടെ വരുന്നുണ്ട് എന്നറിയുമ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ പണ്ട് നടന്ന ആ ഒരു റൂമറിനെ കുറിച്ച് യൂൻമി എടുത്തിടുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് അതിന്റെ അപ്പുറം അതിനെ കുറിച്ച് ഹീറോയിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഹീറോ ദേഷ്യം വന്ന് യൂൻമിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇല്ലാത്ത അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്ന. നല്ലത് പറഞ്ഞു നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. എപ്പോഴത്തെയും പോലെ അവളെ കാണുമ്പോൾ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ഹീറോയിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ ഇൻവെസ്റ്റർ വരുന്നത്. ആള് വന്നതും ഹീറോയ്ക്ക് നല്ല ദേഷ്യം. ഹീറോയിൻ ആണെങ്കിൽ പുള്ളിന്റെ കയ്യിലും കൂടെ പോയി പിടിക്കുകയാണ്. അതും കൂടെ കണ്ട് ഹീറോ ഇങ്ങനെ ദേഷ്യത്തില് തിളച്ചു നിൽക്കുമ്പം 5 വർഷം മുന്നേ ഹീറോയിന് നടന്ന കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്ത് അതാരാണോ ചെയ്തത് ആരെയും വെറുതെ വിടത്തില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി സംസാരിക്കുന്നത്. ആള് ശരിക്കും ഹീറോയിന്റെ അങ്കിളാണ്, അമ്മേന്റെ ചേട്ടനോ അനിയനോ. അവിടെ നിൽക്കുന്ന എല്ലാവരും ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഹീറോ ആണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആവുന്നത്. യൂൻമി ആരാണെന്ന് ചോദിച്ച് അവള് ചെയ്തതിനൊക്കെ സ്പെഷ്യലായിട്ട് പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവളാണ് ശരിക്കും ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടി. ഹീറോയിന്റെ അമ്മ അവളുടെ അച്ഛനെ മാരേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധത്തിലായി യൂൻമി ഉണ്ടാവുന്നത്. പക്ഷെ അത് പുറലോകം അറിയാതെ ഇവൾ ഓരോ കള്ളം പറഞ്ഞ് പിടിപ്പിച്ച് അവസാനം ഹീറോയിനെ ഇല്ലിജിറ്റിമേറ്റ് കുട്ടിയാണെന്നുള്ള പേര് വരുത്തിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. യൂൻമി ആണെങ്കിൽ ഒരു നാണം ഇല്ലാതെ പിന്നെയും ഹീറോയുടെ അടുത്ത് കറന്ന് കൊഞ്ചുവാണ്. ഹീറോയിൻ തന്നെ ഫ്രെയിം ചെയ്തതാണെന്ന്. ഹീറോ അവളെ മൈൻഡ് പോലും ആക്കാതെ ഹീറോയിന്റെ ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് യൂൻമിക്കെതിരെ എല്ലാ നടപടി എടുക്കുന്നു. അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തക്കതായ പണിഷ്മെന്റ് കൊടുക്കുന്നു അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയിന്റെ അടുത്ത് പറയുന്നു, ഞാൻ നിന്നെ ഇനി ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ വിശ്വസിക്ക്, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അവിടെ യൂൻമി അമ്മായിമ്മേന്റെ അടുത്ത് നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ ചെയ്തത്, എനിക്ക് വേണ്ടി സംസാരിക്കുകയെന്ന് പറയാണ്. ഇതാ നോക്ക്, നീ ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ മൊത്തം ജിയാങ് ഗ്രൂപ്പിനെയും പറ്റിക്കായിരുന്നു. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവളെ കോണർ ചെയ്യാണ്. അങ്ങനെ എല്ലാവരും തനിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതും ഹീറോയിനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യുമ്പം ഇതൊക്കെ നീ ചെയ്ത പ്രവൃത്തിക്കുള്ള റിസൾട്ടാണ് ഇന്ന് ഫ്രണ്ട്. എന്നാ പിന്നെ ഇവള് ജീവനോട് ഇരിക്കണ്ടെന്ന് പറഞ്ഞൊരു കുപ്പി എടുത്ത് അടിക്കാൻ വരുമ്പം ജെറി അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. നമുക്ക് പോവാന്നും പറഞ്ഞ് അങ്കിള്, ഹീറോയിൻ, ഫ്രണ്ട് 3 പേരും പോകുന്ന സമയത്ത് ഹീറോ അവളെ വിളിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു. നിങ്ങൾ കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യണം. അവളിപ്പോ സംസാരിക്കുന്നില്ലെന്ന് ഫ്രണ്ട്. അത് അവള് പറയട്ടേന്ന് ഹീറോ. നമുക്ക് പോവാന്നും പറഞ്ഞ് ഹീറോയിൻ അവനെ മൈൻഡ് ആക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ യൂൻമി ദേഷ്യപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആൻ ഹീറോയിന്റെ കുട്ടിയാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേന്ന് ആരോ ഒരാളെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആളെ കാണിക്കുന്നില്ല. അവളൊരുമാതിരി വില്ലത്തരത്തി നിൽക്കുമ്പം ഇവിടെ ഹീറോ വർക്ക് ചെയ്യുന്നിടത്ത് ജെറി വന്നിട്ട് ആന്നെ കാണുന്നില്ല എന്ന് പറയാണ്. ഹീറോയിൻ, ഫ്രണ്ട് അടക്കം എല്ലാവരും അന്വേഷിച്ചു പോകുന്നുണ്ട്. പക്ഷെ കൊച്ചിനെ കിട്ടുന്നില്ല. അവസാനം ഇവരാണ് പരസ്പരം കാണുന്നത്. അപ്പോഴേക്കും കൊച്ചിന്റെ വാച്ച് കിട്ടിയെന്ന് പറഞ്ഞ് ജെറി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതും കൂടെ ആവുമ്പോ ഹീറോയിന് തീരെ വയ്യാണ്ടാവുകയാണ്. വീഴാൻ പോകുന്ന ഹീറോയിനെ ഹീറോ ആണ് പിടിക്കുന്നത്. അതൊരുമാതിരി ഏക്കത്തോടെയാണ് ഫ്രണ്ട് നോക്കിയിരിക്കുന്നത്. അപ്പോഴേക്കും ഹീറോയ്ക്ക് യൂൻമിന്റെ അടുത്ത് നിന്ന് വീഡിയോ കോൾ വരുന്നുണ്ട്. അവള് കൊച്ചിനെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ രണ്ടും മാത്രം നാൻസിന്റെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറയുവാണ്. ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.